നമ്മളെ ലൈഫിൽ നിന്ന് തന്നെ നെഗറ്റീവായിട്ടുള്ള ടീമിനെ ഡീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് സംഭവങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ടോപ്പ് ലിസണർ ആവുക വിത്തൗട്ട് ജഡ്ജ്മെൻറ്റ്. നമ്മളൊരു ബൗണ്ടറി വെക്കണം നമ്മളെ ലൈഫിൽ. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാരെ നിർത്തേണ്ട സ്ഥലങ്ങളിൽ നിർത്തുക, മാറ്റി നിർത്തേണ്ട കൊടുത്ത് മാറ്റി നിർത്തുക. നല്ലൊരു ഫ്യൂച്ചർ കിട്ടണമെങ്കിൽ മതി. സ്റ്റേ പോസിറ്റീവ്. തകർക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും. നെഗറ്റീവായിട്ട് ഇങ്ങനെ കുത്തി വരും. അവരെ നമ്മൾ പോസിറ്റീവ് സ്റ്റേ അവിടെ നിൽക്കുക, നിരന്തരം അങ്ങോട്ടും തിരിച്ചിട്ട് പോസിറ്റീവ് കൊടുക്കുക. ഒരു മാറ്റം സംഭവിക്കും. ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ, അടിപൊളിയായിട്ട് സംസാരിക്കുന്ന ആൾക്കാരായിട്ട്. മിണ്ടാതെ ഒരു മൂലയിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്നും ഒരു മൂലയിൽ ഇരുത്തും. സപ്പോർട്ട് ഓഫർ, കുറച്ച് ഓഫർ അങ്ങോട്ട് കൊടുക്കുമ്പോൾ കുറച്ച് റിസോഴ്സസ് ഇങ്ങോട്ട് വരും. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു ഡീലിങ്സ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഐഡിയാസും ഒരുപാട് കാര്യങ്ങളും നമ്മളെ മുന്നിൽ വരും. ലിമിറ്റ് ഇൻട്രാക്ഷൻസ് ദാറ്റ് ഡ്രെയിൻ യുവർ എനർജി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എല്ലാവരും ഇങ്ങനെ കിടന്ന് കണാന്ന് പറഞ്ഞിട്ട് വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല. ആവശ്യമുള്ള സമയങ്ങളിൽ ആവശ്യമുള്ള കാര്യങ്ങൾ ഇട്ട് കൊടുത്തിട്ട് അതിനെക്കുറിച്ച് ഇൻട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്നും ഒരു വാല്യൂ ഉണ്ടാവും നമ്മളെ വാക്കിന്. അല്ലെങ്കിൽ വെറുതെ കിടന്നിട്ട് നമ്മളിങ്ങനെ കുറേ സൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ വേസ്റ്റ് യുവർ എനർജി.